Good afternoon all. Welcome to Civil 360 IAS Academy and welcome to today's Hindu newspaper analysis. Before going to the detailed discussion of today's Hindu newspaper, we the team Civil 360 is introducing a new program called Prelims Mains Companion. So what is this program? It's integrated prelims mains test series ആണ്. എന്ന ടെസ്റ്റ് സീരീസ് മാത്രമല്ല ഇതിൻ്റെ കൂടെ പേഴ്സണൽ മെന്റർഷിപ്പും ക്ലാസ്സസും എല്ലാം മെറ്റീരിയലും എല്ലാം അവൈലബിൾ ആണ്. സോ ഇതൊരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ആണ്. ഇപ്പോഴും നിങ്ങൾ അടുത്ത 2027 പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഇപ്പോഴും നിങ്ങൾ പ്രോപ്പറായിട്ട് പഠനം നടക്കുന്നില്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മെയിൻസ് പ്രിപ്പറേഷൻ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രിപ്പയർ ചെയ്തിട്ട് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ജോയിൻ ദിസ് പ്രോഗ്രാം. ഓക്കെ, വി അലോക്കേറ്റ് 4 months ഫോർ ദ മെയിൻസ് പ്രിപ്പറേഷൻ ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ മന്ത്സ് ഫോർ ദ പ്രിലിംസ് പ്രിപ്പറേഷൻ. സോ ഇതിൻ്റെ കൂടെ പോകുകയാണെങ്കിൽ എൻ്റെ സിലബസ് വുഡ് ബി കംപ്ലീറ്റഡ്. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റഡ് ഉള്ള ആൾക്കാർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്ന. ഓക്കെ, ദെൻ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ദ ഫസ്റ്റ് ന്യൂസ് ഇസ് അബൌട്ട് ദ സറോഗേറ്റ് അഡ്വർടൈസ്മെന്റ്. വിമൽ ഇലാച്ചി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഇല്ലേ, ആ പ്രൊഡക്റ്റിൻ്റെ അഡ്വർടൈസ്മെന്റിൽ കുറച്ച് പ്രശ്നമുണ്ട്. അത് പാൻ മസാല, എന്താ പറയുക, വിമലിൻ്റെ തന്നെ പാൻ മസാലയുണ്ട്. ആ പാൻ മസാല അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. അത് ആക്ച്വലി ഒരു പ്രൊഡക്റ്റിന്റെ അഡ്വർടൈസ്മെന്റ് കാണുമ്പോൾ വേറൊരു പ്രൊഡക്റ്റിനെ നമുക്ക് തോന്നുന്നത്, അതും ഇല്ലീഗലായിട്ട് അല്ലെങ്കിൽ ബാൻ ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റ് ഉണ്ട് അഡ്വർടൈസ്മെന്റിന്. അപ്പം അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ പറ്റാത്ത പ്രൊഡക്റ്റ്. അപ്പം അതുപോലെ സിമിലർ രീതിയിൽ എന്ത് ചെയ്തിരിക്കുന്നു, മറ്റൊരു പ്രൊഡക്റ്റിനെ പോലെ ഈ ഒരു പ്രൊഡക്റ്റ് അഡ്വർടൈസ് ചെയ്തിരിക്കുന്നത്. അതാണ് സറോഗേറ്റ് അഡ്വർടൈസ്മെന്റ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് പറഞ്ഞു. അപ്പോൾ സറോഗേറ്റ് അഡ്വർടൈസ്മെന്റിനെ കുറിച്ചിട്ടാണ്. ദെൻ ട്രാൻസ്മിഷൻ കോൺസ്ട്രെയിൻസ്. നമുക്ക് റിന്യൂവബിൾ എനർജി പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉണ്ട്, പക്ഷെ അത് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി വളരെ കുറവാണ്. സോ സോളാർ കർട്ടൈൽമെന്റ് അല്ലെങ്കിൽ കർട്ടൈൽമെന്റ് എന്ന് പറയും, അതായത് പ്രൊഡക്ഷൻ ഉണ്ടെങ്കിലും നമുക്കത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ഓക്കെ, പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർ മനഃപൂർവ്വം റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കുറയ്ക്കും. ഓക്കെ, ആ ഒരു പ്രശ്നത്തെ കുറിച്ച് പറയുന്നു. ദെൻ പാലസ്തീനിയൻ സ്റ്റേറ്റ് ഇസ് എ ഫൗണ്ടേഷൻ ഓഫ് റീജിയണൽ പീസ്. ഇത് ഭയങ്കര ഇൻഡെപ്തിലുള്ള ആർട്ടിക്കിളാണ്. പാലസ്തീൻ്റെയും ഇസ്രായേലിൻ്റെയും ഇപ്പോൾ ഭയങ്കര ഹിസ്റ്ററി ഒക്കെ പറയുന്നത്. നമുക്ക് അത്രയും ഡെപ്തിലൊന്നും വേണ്ട. നമുക്ക് ഇപ്പോഴത്തെ എന്താണ് വേണ്ടത് ശരിക്കും, പിന്നെ കറന്റ് സിറ്റുവേഷൻ എന്താണ്, എന്തിനെങ്ങനെ ബാധിക്കും, ആ ഒരു ആംഗിൾ നമുക്ക് നോക്കാം. ദെൻ നെക്സ്റ്റ്, അതായത് US ഗവൺമെന്റ് അവിടെ ഇലക്ഷൻ നടത്തുന്നതിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്താൻ ശ്രമിക്കുന്നുണ്ട്, കുറച്ചും കൂടി ഇലക്ടോറൽ ഇന്റഗ്രിറ്റി ഉറപ്പുവരുത്താനായിട്ട്. അപ്പോൾ അതിന് ആക്ച്വലി ഇന്ത്യയിൽ നടത്തിയ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ഇല്ലേ, ഇലക്ടോറൽ റോൾസ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്, അത് ആക്ച്വലി ഒരു മാതൃക പോലെയാണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. ഓക്കെ, ദെൻ അത്രയും ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ന്യൂസ് ഏതാന്ന് നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മഹാരാഷ്ട്ര FDA ഷാരൂഖ് ഖാൻ, പിന്നെ അജയ് ദേവ്ഗൺ, ടൈഗർ ഷ്രോഫ്, ഇവർക്കൊക്കെ ഒരു ഷോക്കേസ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതായത് ഇതിന്റെ കാരണം എന്ന് വെച്ചാൽ സറോഗേറ്റ് അഡ്വർടൈസ്മെന്റ് എന്ന് പറയും. അതായത് വിമൽ ഇലൈച്ചി എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. എപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാകും, നമ്മുടെ IPLൻ്റെയും ഒക്കെ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, IPLൻ്റെ ഒക്കെ പരസ്യ ഗ്യാപ്പിലൊക്കെ വരാറുണ്ട്. ഒരു റെഡ് കളറുള്ള സാധനം ഷാരൂഖ് ഖാൻ വായിലോട്ടിടുന്നു, നമുക്ക് അത് കഴിക്കുന്നു. അങ്ങനെ സംഭവം ഇപ്പൊ അജയ് ദേവ്ഗൺ ആണെന്നുണ്ടെങ്കിലും ടൈഗർ ഷ്രോഫിൻ്റെ ഒക്കെ ഉണ്ട്. സോ അതാണ് പ്രശ്നം, അതാണ് കോണ്ടെക്സ്റ്റ്. അതിന് അഡ്വർടൈസ്മെന്റ് ആണ് പ്രശ്നം. ഈ സറോഗേറ്റ് അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ വിമൽ ഇലൈച്ചി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ആക്ച്വലി അതിൻ്റെ അഡ്വർടൈസ്മെന്റ് ആണ് കാണിക്കുന്നത്. പക്ഷേ ഒരു വിമൽ എന്ന് പറയുന്ന രീതിയിൽ ഒരു പാൻ മസാലയും കൂടി ഉണ്ട്. ആക്ച്വലി ഈ വിമൽ ഇലൈച്ചിയുടെ അഡ്വർടൈസ്മെന്റ്, അതായത് അതേ ബ്രാൻഡ് നെയിം യൂസ് ചെയ്യുന്നു, അതേ കളർ യൂസ് ചെയ്യുന്നു. ഇപ്പോൾ വിമൽ ഇലൈച്ചിയുടെയും വിമൽ പാൻ മസാലയുടെയും 2 പാക്കറ്റ് നോക്കിയാൽ മതി, രണ്ടും സിമിലറാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിലെ കണ്ടന്റ് മാത്രം വ്യത്യാസമുണ്ട്. അപ്പൊ കാണുന്ന ഒരാൾക്ക് അത് ഇലൈച്ചിയുടെ അഡ്വർടൈസ്മെന്റ് ആയിട്ടല്ല തോന്നുക, അത് ആക്ച്വലി കാണുന്ന ഒരാൾക്ക് എന്താ തോന്നുക, പാൻ മസാലയാണ് ഓർമ്മ വരാം, വിമലിന്റെ പാൻ മസാല. ഈ പാൻ മസാലയുടെ അഡ്വർടൈസ്മെന്റ് ബാൻഡാണ്. ആക്ച്വലി അത് നിയമപരമായിട്ടൊക്കെ അഡ്വർടൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നു, മറ്റൊരു പ്രൊഡക്റ്റ് വിമലിന്റെ തന്നെ വിമൽ ഇലൈച്ചി, അത് ആക്ച്വലി നമ്മുടെ പാൻ മസാലയുടെ അതേ കവറ്, അതേ ബ്രാൻഡ്, അതേ ലോഗോ എല്ലാം കൊടുത്തിട്ട് എന്നാൽ പ്രൊഡക്റ്റിന്റെ പേര് മാത്രം സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇലൈച്ചിയാണ്. എന്നിട്ട് അത് അഡ്വർടൈസ് ചെയ്യും. അപ്പോൾ അത് അഡ്വർടൈസ് ചെയ്യുമ്പോൾ പാൻ മസാല ആയിരിക്കും ആൾക്കാർക്ക് അഡ്വർടൈസ് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ടാകുക, അല്ലെങ്കിൽ പാൻ മസാല ആയിരിക്കും ഇൻഡയറക്ട്ലി പ്രൊമോട്ട് ചെയ്യുന്നുണ്ടാവും. ഇതിനെയാണ് സറോഗേറ്റ് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ അഭിനയിച്ചിരിക്കുന്ന ഷാരൂഖ് ഖാൻ ആണെങ്കിലും അജയ് ദേവ്ഗൺ ആണെന്നുണ്ടെങ്കിലും ടൈഗർ ഷ്രോഫിനാണെന്നുണ്ടെങ്കിലും FDA ഷോക്കേസ് നോട്ടീസ് അയച്ചിട്ടുണ്ട് FDA. സോ ഇതാണ് പറഞ്ഞിരിക്കുന്നത്, എന്താണ് സറോഗേറ്റ് അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ FDA's action is encouraging because celebrities have strong influence with the consumers, but they usually do not suffer the health or financial consequences.
അതായത് ഇതുപോലെയുള്ള സെലിബ്രിറ്റീസ് ആക്ച്വലി ഇതുപോലെ കാര്യം പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതിന് നല്ല ഇമ്പാക്റ്റ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ അത് ആക്ച്വലി അവർ യൂസ് ചെയ്യുന്നതാവില്ല അല്ലേ. അപ്പൊ അതിന്റെ ഹെൽത്ത് കോൺസിക്വൻസ് ആണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ മറ്റ് ഫൈനാൻഷ്യൽ കോൺസിക്വൻസ് ആണെങ്കിൽ അതിന്റെ കൺസ്യൂമേഴ്സിനെ വരുന്നത്. സോ അവർ ആക്ച്വലി റെസ്പോൺസിബിൾ ആണ്, ഇവർ അഡ്വർടൈസ് ചെയ്യുന്ന ആൾക്കാർ റെസ്പോൺസിബിൾ ആണ്. ഓൾസോ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ കീഴിൽ പറയുന്നുണ്ട്, നമുക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, ഇപ്പോൾ പല ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ, ഓക്കെ, ഐ നോട്ട് മെൻഷനിങ് ദ നെയിം, ഒരു എന്താ പറയുക, ഒരു ജ്യൂസ് എന്ന് പറയാം, ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ജ്യൂസിൻ്റെ അത് കുടിക്കില്ല, കാരണം അതിനകത്ത് ഷുഗർ ഉണ്ട് എന്നാൽ അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റിൽ ആളുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവർ അഡ്വർടൈസ് ചെയ്ത് നിങ്ങൾ അത് യൂസ് ചെയ്യണം നിർമ്മില്ല. സോ കൺസ്യൂമേഴ്സിനാണ് ഇത് ഇൻഡയറക്ട്ലി നെഗറ്റീവ് എഫക്റ്റ് ആയിട്ട് വരുന്നത്. സോ ഹൈക്കോടതി ജഡ്ജ്മെന്റ് ഓൾസോ സെഡ് ദാറ്റ് ഗവൺമെന്റ് മസ്റ്റ് പ്രൊവൈഡ് പ്രോപ്പർ എവിഡൻസ് ഇൻ സച്ച് കേസസ്. പക്ഷേ ഇതുപോലെ സറഗേറ്റ് അഡ്വർടൈസ്മെന്റ് കാരണം അല്ലെങ്കിൽ പ്രശ്നമൊക്കെ ഉണ്ടാക്കുമ്പോൾ, FDA പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ട് പറയണം. അങ്ങനൊരു കണ്ടീഷൻ ആക്ച്വലി ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരം അഡ്വർടൈസ്മെന്റ് നമ്മൾ റെസ്ട്രിക്ട് ചെയ്യേണ്ട ആവശ്യകത കൃത്യം പ്രൂഫ് അടക്കം പറയണം. ഓക്കെ, this issue is important because India has a very high burden of oral cancer, much of which is linked to the tobacco use. അതായത് നമുക്ക് ഒരുപാട് ഓറൽ ക്യാൻസർ ഒക്കെ, മൗത്ത് ക്യാൻസർ ഒക്കെ നമുക്ക് ഒരുപാടുണ്ട്. അത് ആക്ച്വലി ടൊബാക്കോ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ വിമലിലെ ടൊബാക്കോന്റെ പ്രൊഡക്റ്റ് ഉണ്ട്, ഈ പറഞ്ഞ പാൻ മസാലയുടെ പ്രൊഡക്റ്റ് ഉണ്ട്. സോ അതൊക്കെ ആക്ച്വലി ഓറൽ ക്യാൻസറിലോട്ട് നയിക്കാറുണ്ട്. സോ ഇതുപോലുള്ള അഡ്വർടൈസ്മെന്റ് നമുക്ക് റെസ്ട്രിക്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 കീഴിൽ സെലിബ്രിറ്റീസ് ക്യാൻ ഓൾസോ ബി റെസ്പോൺസിബിൾ ഫോർ ദ മിസ്ലീഡിംഗ് എൻഡോഴ്സ്മെന്റ്സ് ആൻഡ് മെ ഫേസ് ഫൈനാൻഷ്യൽ പെനാലിറ്റീസ്. ഏകദേശം ഒരു 10 ലക്ഷം കൊടുക്കും ആദ്യം പെനാൽറ്റി. വീണ്ടും റിപ്പീറ്റഡ് വയലേഷൻ ആണെങ്കിൽ 50 ലക്ഷം വരെ നമ്മൾ പെനാൽറ്റി കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പം അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സോ പക്ഷെ പ്രശ്നം പറഞ്ഞു വരുമ്പോൾ ഈ വിമൽ ഇലായിച്ചിയുടെ കാര്യം മാത്രമല്ല, പലതും ഇൻഡയറക്ട്ലി പ്രൊമോട്ട് ചെയ്യുന്നത്, പല അഡ്വർടൈസ്മെന്റിൽ ഒരുപാട് പ്രശ്നമുണ്ട്. ഇപ്പോൾ ചില പ്രൊഡക്റ്റുകൾ ചിലപ്പോൾ നോ മൈദ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഭയങ്കര ഇങ്ങനെ പറയും ചിലത്, അത് ബൂസ്റ്റ് ഇമ്മ്യൂണിറ്റിനെ ബൂസ്റ്റ് ചെയ്യും ഈ സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ. ആക്ച്വലി ചിലപ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവണമെന്നില്ല. എങ്കിലും ഇതുപോലെ മിസ്ലീഡിംഗ് ആയിട്ട് അഡ്വർടൈസ്മെന്റ് ഉണ്ട്. അപ്പോൾ അതുപോലെ അഡ്വർടൈസ്മെന്റ് ആക്ച്വലി നമ്മൾ കൺട്രോൾ ചെയ്യണം. പക്ഷെ കൺട്രോൾ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ സർവേറ്റ് അഡ്വർടൈസ്മെന്റ് ആണ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് പ്രോപ്പർലി എവിഡൻസ് ബേസ്ഡ് ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആക്ഷൻസ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എടുക്കാൻ. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് ന്യൂസ്. ഇന്ത്യയിൽ റിന്യൂവബിൾ എനർജി ആക്ച്വലി നല്ല രീതിയിൽ തന്നെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. പക്ഷേ പ്രൊഡക്ഷൻ നടക്കുന്നതിനും അത് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ട്രാൻസ്മിഷൻ മേഖലയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർ കരുതിക്കൂട്ടി മനഃപൂർവ്വം പ്രൊഡക്ഷൻ കുറയ്ക്കും. കാരണം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അതിനുള്ള സൗകര്യം ഇല്ല. അപ്പൊ അതിന് പറയുന്നതാണ് കർട്ടെയിൽമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ പറയുന്നതാണ് കർട്ടെയിൽമെന്റ് എന്ന്. പിന്നെ ഇതിനകത്തൊരു ടേമിനെ കുറിച്ച് പറഞ്ഞത് ടെമ്പററി ജനറൽ നെറ്റ്വർക്ക് ആക്സസ്. അതായത് എ ഷോർട്ട് ടൈം അറേഞ്ച്മെന്റ് allowing the power generators to use available capacity in their interstate transmission system, relying heavily on the TGA more vulnerable to the curtailment, and also the access may range from the single time block to about 11 months. ഇതായത് ഈ ടെമ്പററി ജനറൽ നെറ്റ്വർക്ക് ആക്സസ് പേരിൽ തന്നെ ടെമ്പററി ആണ്. ജനറൽ നെറ്റ്വർക്ക് ആക്സസ് അതായത് ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ലേ റിന്യൂവബിൾ എനർജി, അവർക്കൊരു ഓപ്ഷൻ ഉണ്ട്. ആക്ച്വലി ഒരു എക്സാമ്പിൾ പ്രകാരം ഞാനിത് പറഞ്ഞത്, ഒരു ട്രെയിനിൽ യാത്ര ചെയ്യാം. ഓക്കെ, അപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ റിസർവ്ഡ് ആയിട്ടുള്ള സീറ്റ്സ് ഓൾറെഡി റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അല്ലാത്ത പക്ഷം ടെമ്പററി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് സീറ്റ്സ് എടുക്കാൻ പറ്റും. അതായത് എവിടെയെങ്കിലും വാക്കൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയിരിക്കാം. സ്ലീപ്പറിലാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും വാക്കൻസി ഉണ്ടെങ്കിൽ അവിടെ പോയി നമുക്ക് കിടക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അത് യാത്ര ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ആക്ച്വലി വ്യത്യാസമില്ലേ. അതായത് പെർമനൻ്റ് ആയിട്ടൊരു സീറ്റ് റിസർവ് ചെയ്യുന്നതും ടെമ്പററി ആയിട്ട് അവൈലബിൾ ആകുമ്പോൾ നമ്മൾ അവിടെ പോയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുന്നതിനോട് വ്യത്യാസമില്ലേ. അപ്പം ഇതുപോലെ ഒരു അറേഞ്ച്മെന്റ്, ഈ ടെമ്പററി ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് ഈ പറയുന്ന ടെമ്പററി ജനറൽ നെറ്റ്വർക്ക് ആക്സസ്. അതായത് ഇവർ ഗ്രിഡിലോട്ട് കണക്ട് ചെയ്യും, പക്ഷേ അവർക്ക് അവൈലബിലിറ്റി എപ്പോഴാണോ ഉള്ളത് അപ്പോൾ മാത്രമേ ഈ റിന്യൂവബിൾ എനർജി ട്രാൻസ്മിറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഇത് ഇവരിങ്ങനെ ഓൾറെഡി ഉണ്ട്, പെർമനൻ്റ് ഒന്നല്ല. ചില ടൈം ബ്ലോക്കിൽ അല്ലെങ്കിൽ 11 മാസം വരെ ഇവർക്ക് ഏകദേശം ഇതുപോലെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇലക്ട്രിസിറ്റി. ഓക്കെ, അപ്പോൾ അവിടെ കുറച്ച് പ്രശ്നമുണ്ട്. കാരണം ഇവരെയാണ് കൂടുതലായിട്ടും ബാധിക്കുന്നത്. പെർമനൻ്റ്ലി ഉള്ള എഗ്രിമെൻ്റ് ഉള്ള ആൾക്കാരൊന്നുമല്ല.
ഏകദേശം ടെമ്പററി അറേഞ്ച്മെന്റുള്ള ആൾക്കാരാണ്. ഇവര് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണെങ്കിലോ ട്രാൻസ്മിറ്റ് ചെയ്യാനും പറ്റുന്നില്ല. ഓക്കെ, ദാറ്റ്സ് ദ ഇഷ്യൂ. ആൻഡ് നെക്സ്റ്റ് കുറച്ച് ഡാറ്റ പറയുന്നുണ്ട്. 37% റിന്യൂവബിൾ കപ്പാസിറ്റി അറ്റ് കർട്ടൈൽമെന്റ് എഫക്റ്റഡ് സബ്സ്റ്റേഷൻ ഇൻ ദ നോർത്തേൺ വെസ്റ്റേൺ സദേൺ ഇന്ത്യ ഓപ്പറേറ്റ്സ് എന്നത് TGNA. അതായത് നേരത്തെ പറഞ്ഞ സ്കീമിന്റെ കീഴിൽ കർട്ടൈൽമെന്റ് നടക്കുന്നുണ്ട്. 37% എവിടെയാണ് പറഞ്ഞ വെസ്റ്റേൺ ആൻഡ് സദേൺ ആൻഡ് നോർത്തേൺ ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ 30 മുതൽ 50% കർട്ടൈൽമെന്റും പകൽ സമയങ്ങളാണ്. കാരണം പകൽ സമയങ്ങളിൽ സോളാർ എനർജിക്ക് ഒരുപാട് ഉണ്ടാവുന്നുണ്ട്, പക്ഷെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം എന്ത് ചെയ്യും? അതിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കും. ഓക്കെ, പിന്നെ പീക്ക് കർട്ടൈൽമെന്റ് റീജൻസ് പറയുന്നത് വെസ്റ്റേൺ റീജിയനിലും നോർത്തേൺ റീജിയൻ ഇവിടെയാണല്ലോ ആക്ച്വലി റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി കുറച്ചുകൂടി കൂടുതൽ നിൽക്കുന്നത്. ഓവർ 150 വാട്ട് ജിഗാവാട്ട് ഓഫ് റിന്യൂവബിൾ എനർജി പ്രോജക്ട്സ് വേർ അണ്ടർ കൺസ്ട്രക്ഷൻ. അതായത് ഇപ്പോൾ ഓൾറെഡി കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് 150 ജിഗാവാട്ട് റിന്യൂവബിൾ എനർജി. പക്ഷെ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ ഈ കർട്ടൈൽമെന്റ് എന്ന് പറഞ്ഞ ഇഷ്യൂ സോൾവ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ റിന്യൂവബിൾ എനർജി എക്സ്പാൻഷനിൽ മറ്റെന്തൊക്കെ ചലഞ്ചസ് ആണ് നേരിടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡിലേസ് ഇൻ സൈനിങ് പർച്ചേസിങ് പവർ അഗ്രിമെന്റ്. ഈ പർച്ചേസ് പവർ അഗ്രിമെന്റിൽ ഒരു പർച്ചേസ് ചെയ്യാന്ന് പറയുന്നതിന് പർച്ചേസ് ചെയ്യുന്നില്ല, പ്രൊഡ്യൂസ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുന്നില്ല. അപ്പം അതിൽ കുറച്ച് പ്രശ്നങ്ങൾ വരുന്നുണ്ട് റിന്യൂവബിൾ എനർജി പ്രൊഡ്യൂസ് ചെയ്തിട്ടും. ലാൻഡ് അക്വിസിഷൻ, ഇപ്പം നമുക്ക് ഒരു സോളാർ എനർജി പവർ പ്ലാന്റ് കൊണ്ടുവരാൻ വെച്ചാൽ ഒരുപാട് സ്ഥലത്ത് എന്ത് വേണം? ഈ ഫോട്ടോവോൾട്ടൈക് സെല്ലൊക്കെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അപ്പോൾ ഒരുപാട് ലാൻഡ് അറേഞ്ച്മെന്റ് പ്രശ്നം വരുന്നുണ്ട് ക്യാപ്ചർ ചെയ്യുന്നതിൽ. പിന്നെ അതുപോലെ തന്നെ ഡിസ്കോം, അതായത് ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസ്, നമുക്ക് ഇലക്ട്രിസിറ്റി വാങ്ങിയിട്ട് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്, ലൈക്ക് KCB. ഓക്കെ, ഇവർക്ക് കുറച്ച് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അവരുടെ ഫൈനാൻസ് ഭയങ്കര കുറവാണ്. ദെൻ ഇൻസഫിഷ്യൻറ്റ് സ്റ്റോറേജ് കപ്പാസിറ്റി. ഇപ്പോൾ റിന്യൂവബിൾ എനർജി ഉണ്ടാക്കി ഇപ്പോൾ ലൈക്ക് സോളാർ എനർജി ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തു, പക്ഷെ അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നില്ല. അപ്പോൾ രാത്രിയൊന്നും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം, രാത്രിക്ക് ആവശ്യങ്ങൾക്കായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ വിന്ററിന് വേണ്ടി സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. സോ ബാറ്ററി എനർജി സിസ്റ്റംസ് നമുക്ക് വളരെ കുറവാണ്. So these are the major challenges facing in renewable energy transmission. The next is a debate over the electoral integrity, voter identification and citizenship verification has gained attention in both China, India and United States. The discussion compares India's special intensive revision of electoral rules with proposals in the US to tighten the voter registration requirements. അതായത് ഇപ്പോൾ ഇലക്ടോറൽ ഇൻറ്റഗ്രിറ്റി, വോട്ടർ ഐഡന്റിഫിക്കേഷൻ, സിറ്റിസൺഷിപ്പ് വെരിഫിക്കേഷൻ, ഈ 3 മേഖലയിലും ആക്ച്വലി ഇന്ത്യയിലും തർക്കം നടക്കുന്നുണ്ട്, US തർക്കം നടത്തുന്നുണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ തർക്കങ്ങൾ, ഇന്ത്യയിലും കുറേ വെരിഫിക്കേഷൻ ഇഷ്യൂസ് നടക്കുന്നുണ്ട്. മാത്രമല്ല ഇന്ത്യയുടെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറയുന്നത്. അതായത് അതെന്താണെന്ന് ഞാൻ പറയാം. നമ്മുടെ ഇലക്ഷൻ കമ്മീഷനാണ് നമ്മുടെ ഈ വോട്ടർ റോളുകൾ ഉണ്ടാക്കുന്നത്, ഇലക്ടോറൽ റോൾ ഉണ്ടാക്കുന്നത്. അത് ആർക്കൊക്കെ എലക്ട് ചെയ്യാൻ പറ്റും, ആർക്കൊക്കെ വോട്ട് ചെയ്യാൻ പറ്റും ഒരു ഇലക്ഷനിൽ. അതിനാണ് എന്ന് പറയുന്നത് ഇലക്ടോറൽ റോൾ എന്ന് പറയുന്നത്. ആ ലിസ്റ്റ് നമുക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ. അത് റിവൈസ് ചെയ്യുന്ന പ്രോഗ്രാമിനെ പറയുന്നതാണ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ. അതായത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് മരിച്ചു പോയിട്ടും ഇപ്പോഴും വോട്ടർ ലിസ്റ്റിലുണ്ടാവും. അല്ലെങ്കിൽ ചില റീസൺസ് കൊണ്ട് ചില വ്യക്തികൾക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഇവരൊക്കെ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ ഇവരൊക്കെ എടുത്ത് കളയണ്ടേ. അപ്പോൾ അതിനാണ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറയുന്നത്. മാത്രമല്ല ഇപ്പോൾ ക്വാളിഫൈഡ് ഉള്ള ആൾക്കാരെ പുറത്ത് നിൽക്കുന്നുണ്ടാവും, അപ്പോൾ അവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനാണ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ഇലക്ടോറൽ മേഖലയിലെ റീഫോംസിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുപോലെ കുറച്ച് മെഷേഴ്സ് US എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് എന്ന് പറയുന്നതാണ് ന്യൂസ്. ഓക്കെ, അപ്പോൾ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ ഇന്ത്യയിലെ ഇലക്ടോറൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആർട്ടിക്കിൾ 324 പ്രകാരം ഇലക്ഷൻ കമ്മീഷനാണ് ഇന്ത്യയിലെ ഇലക്ഷൻ നടത്താനുള്ള അധികാരം. അതായത് സൂപ്പറിൻറ്റൻഡൻസ് ഡയറക്ഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഇലക്ഷൻ ആരുടെ കീഴിലാണ്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിലാണ്. അതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണ്. മാത്രമല്ല ഇന്ത്യയിലെ ഇലക്ഷൻ എന്ന് പറയുന്നത് കൂടുതലും സെൻട്രലൈസ്ഡ് നേച്ചറാണ്. ഒരു സെൻട്രലൈസ്ഡ്, അതായത് ഡീസെൻട്രലൈസ്ഡ് അല്ല, കൂടുതലും സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള നേച്ചറാണ് ഇന്ത്യയിൽ നിൽക്കുന്നത്. ഒരേ ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ ഒരു നാഷണൽ ലെവലിൽ ഒരു യൂണിഫോമിറ്റി ഒക്കെ നമുക്ക് ഇലക്ഷൻ ഉണ്ട്. സോ ഇന്ത്യയിൽ സെൻട്രലൈസ്ഡ് ആണ്, എന്നാൽ US ഇലക്ഷൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ മച്ച് മോർ ഡീസെൻട്രലൈസ്ഡ് ആണ്. നമുക്കറിയാം ഒരു ട്രൂ ഫെഡറൽ കൺട്രി എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നമുക്കാണെങ്കിൽ US എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. അതായത് അവിടെ സ്റ്റേറ്റ് ഗവൺമെന്റിന് അധികം നല്ല പവർ ഉണ്ട്, യൂണിയൻ ഗവൺമെന്റിന് മാത്രമല്ല. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് പൊതുവെ കുറേ കാര്യങ്ങൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. വോട്ടർ രജിസ്ട്രേഷൻ, ഐഡന്റിഫിക്കേഷൻ റിക്വയർമെന്റ്സ്, പോൾ പ്രൊസീജിയേഴ്സ് ആൻഡ് ഇലക്ഷൻ അഡ്മിനിസ്ട്രേഷൻ, ഇതെല്ലാം മെയിൻലി സ്റ്റേറ്റ്സ് ആണ്
പ്രൊസീജിയേഴ്സ് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഡിറ്റർമൈൻ ചെയ്ത്. ഇന്ത്യയിൽ അങ്ങനെയല്ല, യൂണിയൻ ഗവൺമെന്റ് ആണ് അല്ലേ. സോ എങ്കിലും US ചില സമയം US കോൺഗ്രസിന് അടുത്ത പാർലമെന്റ് പോലത്തെ സംഭവത്തിൽ എന്ത് ചെയ്യാം, ചില ഇലക്ഷൻ റിലേറ്റഡ് മെഷേഴ്സിലൊക്കെ മാറ്റം വരുത്തും. പിന്നെ US ഒരു ആക്ട് നടന്നിട്ടുണ്ടായിരുന്നു, സേവ് ആക്ട് എന്ന് പറയും. അതായത് സേഫ് ഗാർഡ് അമേരിക്കൻ വോട്ടർ എലിജിബിലിറ്റി ആക്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് സീക്ക് സ്ട്രിക്റ്റർ വെരിഫിക്കേഷൻ റിക്വയർമെന്റ്സ് ഇൻക്ലൂഡിങ്, അതായത് കുറച്ചും കൂടി ഇലക്ഷനിൽ കുറച്ചും കൂടി സ്ട്രിക്റ്റർ ആക്കാനുള്ള ഒരു, അതായത് ഇലക്ഷൻ്റെ കണ്ടീഷൻസ് ഒക്കെ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ടാണ് എന്ന് പറയുന്നത് സേവ് ആക്ട് എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് പ്രൂഫ് ഓഫ് സിറ്റിസൺഷിപ്പ് ഫോർ വോട്ടർ രജിസ്ട്രേഷൻ, ഫോട്ടോ ഐഡന്റിഫിക്കേഷൻ ഫോർ പ്രൊവൈഡിങ്, ഇതുപോലെയുള്ള കുറേ മെഷേഴ്സ് എടുത്ത് കുറച്ച് സ്ട്രിക്റ്റ് ആക്കിയിട്ടാണ് ഇലക്ഷനിൽ നമുക്ക് എൻ്റെ ഇലക്ടറൽ റോളിലോട്ട് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ US. പക്ഷെ ഇതൊരു പ്രശ്നം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതുപോലെ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള തർക്കമാണ് നടക്കുന്നത്. ഒന്നാമത്, ഇത്തരത്തിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള വെരിഫിക്കേഷൻസ് നടത്തുമ്പോൾ അത് ഇലക്ടോറൽ ഇന്റഗ്രിറ്റിനെ പ്രൊമോട്ട് ചെയ്യും. അതായത് എലിജിബിൾ ആയുള്ള ആൾക്കാർക്ക് മാത്രം എന്ത് ചെയ്യാം, വോട്ട് ചെയ്യാം. പക്ഷെ എക്സസീവ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള മെഷേഴ്സ് മേ ബി ഔട്ട്സൈഡ് ആക്ച്വലി എലിജിബിൾ ആയ ആൾക്കാർക്ക് ആക്സസ് ചെയ്യാൻ പറ്റാതെ വരും. അതായത് ഒരു കാര്യം ഓവറായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് നടക്കുമ്പോൾ മേ ബി അതിലൊക്കെ പ്രൊസീജിയേഴ്സ് ഒക്കെ കുറച്ചും കൂടി ട്രാൻസ്പാരന്റ് ആവും, അതിൻ്റെ ഇന്റഗ്രിറ്റി കൂടും. പക്ഷേ ചില ഓവറായിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയേഴ്സ് കാരണം എലിജിബിൾ ആയിട്ടുള്ള വോട്ടേഴ്സിന് ചിലപ്പോൾ വോട്ടർ ലിസ്റ്റിൽ പേര് വരാൻ സാധ്യത വളരെ കുറവായിരിക്കും. സോ അങ്ങനെ രണ്ട് ഡിലേമ നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ മേജർ ഗവേണൻസ് ലെസൺസ് വാട്ട് വി ലേൺ ഫ്രം ദീസ് ടോപ്പിക് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഇലക്ടോറൽ റോൾ റിവിഷനിൽ ക്രെഡിബിൾ ആക്കണം. അതുകൊണ്ട് തന്നെ ഇലക്ടോറൽ റോൾ എന്ന് പറഞ്ഞ റിവിഷൻസ് ബി ട്രാൻസ്പാരൻസി ഉറപ്പുവരുത്തണം. അതിൻ്റെ അകത്ത് ഇലക്ടോറൽ റോൾ റിവൈസ് ചെയ്യുന്നത്. പിന്നെ പബ്ലിക് കൺസൾട്ടേഷൻ വേണം, സഫീഷ്യൻറ്റ് ടൈം ഫോർ വെരിഫിക്കേഷൻ ആൻഡ് കറക്ഷൻ വേണം, ആക്സസിബിൾ മെക്കാനിസം ഫോർ ക്ലെയിംസ് ആൻഡ് ഒബ്ജക്ടിഫിക്കേഷൻ, യൂണിഫോം അപ്ലിക്കേഷൻ ഫോർ റൂൾ. ഇതൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്പാരൻറ്റ് അല്ലെങ്കിൽ ഇലക്ഷൻ പ്രൊസീജിയേഴ്സ് നല്ല രീതിയിൽ നടത്താൻ പറ്റും. ആൻഡ് ദ നെക്സ്റ്റ് ന്യൂസ് ഇസ് ദ ആർട്ടിക്കിൾ ആർഗ്യൂസ് ദാറ്റ് ലാസ്റ്റിംഗ് പീസ് ഇൻ ദ വെസ്റ്റ് ഏഷ്യ റിക്വയർ the creation of sovereign, independent, viable Palestinian state essentially through the two-state solution. We know that there is an issue in Israel between the Israel and Palestine. Okay, Palestine, Israel. ഇതിനുള്ള സൊല്യൂഷൻ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യണമെങ്കിൽ വി നീഡ് ടു എൻഷുർ ദ ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഈ ടു സ്റ്റേറ്റ് സൊല്യൂഷൻ? ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള ഇഷ്യൂ മാറ്റണമെന്നുണ്ടെങ്കിൽ ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, രണ്ട് രാജ്യങ്ങളായിട്ട് അംഗീകരിക്കണം. യുണൈറ്റഡ് നേഷനൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുള്ള പാലസ്തീൻ ഒരു രാജ്യമായിട്ട് അംഗീകരിക്കണം, ഇസ്രായേൽ മറ്റൊരു രാജ്യമായിട്ട് അംഗീകരിക്കണം. എന്നാൽ പാലസ്തീനെ മറ്റൊരു രാജ്യമായിട്ട് സെപ്പറേറ്റ് രാജ്യമായിട്ട് അംഗീകരിക്കാൻ പല രാജ്യങ്ങളും തയ്യാറല്ല. ഓക്കെ, ഇസ്രായേൽ അത് പല സമയത്തും അംഗീകരിക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു, പാലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ ടെറിട്ടറി പോയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു അറ്റാക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങളുടെ സ്ഥലമാണെന്ന് പറയും. സോ ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നതാണ് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. പക്ഷേ കുറച്ച് അൺറിസോൾവഡ് ആയിട്ടുള്ള ഇഷ്യൂസ് അവർ തമ്മിൽ നിൽക്കുന്നുണ്ട്. സം ബോർഡർ ഇഷ്യൂസ് ഇസ്രായേൽ ആൻഡ് പാലസ്തീനും തമ്മിൽ, അത് സോൾവ് ചെയ്യണം. ജെറുസലേം റിലേറ്റഡ് ആയിട്ടുള്ള അവർ റിലീജിയസ് ആയിട്ടാണ്, അത് റിലേറ്റഡ് ആയിട്ട് പ്രശ്നങ്ങളുണ്ട്. ഇസ്രായേൽ സെറ്റിൽമെന്റ്സ്, അതിൽ പാലസ്തീനിൽ ഒരുപാട് ഇസ്രായേലിലെ ആൾക്കാർ ജീവിക്കുന്നുണ്ട്, അപ്പോൾ അവരുടെ ഇഷ്യൂസ് വരുന്നുണ്ട്. സെക്യൂരിറ്റി ഗ്യാരണ്ടീസിന്റെ ഇഷ്യൂസ് വരുന്നുണ്ട്. ഗാസയിലെ ഗവേണൻസ്, വെസ്റ്റ് ബാങ്കിന്റെയും ഗാസയുടെയും ഗവേണൻസ് അതിനെ ചൊല്ലിയും പ്രശ്നം നിൽക്കുന്നു. അതൊക്കെ സോൾവ് ചെയ്യണം. ഓക്കെ, ദെൻ അത് മാത്രമല്ല, ഇപ്പൊ വെസ്റ്റ് ഏഷ്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ്രായേൽ ഗാസ കോൺഫ്ലിക്റ്റ് മാത്രമല്ല, ഇറാൻ ഇസ്രായേൽ ഹോസ്റ്റിലിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഹെസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഹൂതീസ് ഇൻവോൾവ്മെന്റ് ഇൻ റീജിയണൽ സെക്യൂരിറ്റി, നമുക്കറിയാം ഇവിടെ നമ്മുടെ റെഡ് സീലൊക്കെ ഹൂതീസ് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുപോലെ ഒരുപാട് ഇഷ്യൂസ് ഓൾറെഡി നടക്കുന്നുണ്ട്. അപ്പൊ ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള ഇഷ്യൂസ് ആർക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ US ഗവൺമെന്റിന് പറ്റും. കാരണം അവർക്ക് ഇസ്രായേലിനായിട്ട് നല്ല രീതിയിലുള്ള ഒരു റിലേഷൻ ഉണ്ട്. സോ ഒരു സ്ട്രാറ്റജിക് ഇൻഫ്ലുവൻസ് US ഉണ്ട് അവിടെ. ഓക്കെ, ദെൻ യുണൈറ്റഡ് നേഷൻ ഇതിൻ്റെ അകത്ത് ഒരു പങ്ക് വഹിക്കാൻ പറ്റും. കാരണം അതൊരു ഇന്റർനാഷണൽ ലെജിറ്റിമസി ആൻഡ് മൾട്ടിലാറ്ററൽ ഫ്രെയിം വർക്ക് നൽകുന്നുണ്ടല്ലോ. ഹിസ്റ്റോറിക്കലി നമ്മുടെ പാലസ്തീൻ റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും യുണൈറ്റഡ് നേഷൻ ഇടപെട്ടിട്ടാണ് ഇഷ്യൂ സോൾവ് ചെയ്തേക്കുന്നത്. സോ യുണൈറ്റഡ് നേഷനും അതുപോലെ തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിനും ഒരു റോളുണ്ട്. ഇത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കുന്നു നോക്കാം. ഇന്ത്യയുടെ നിലപാട് എന്താണ്? ഇന്ത്യ എപ്പോഴും ടു സ്റ്റേറ്റ് സൊല്യൂഷനിലാണ് പ്രൊമോട്ട് ചെയ്തത്. ഞങ്ങൾ രണ്ട് രാജ്യമായിട്ടാണ് അംഗീകരിക്കുന്നത്. ഞങ്ങൾ ഇൻഡിപെൻഡൻസ്, സൊവറൈൻ ആൻഡ് വയബിൾ പാലസ്തീനെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് ഇന്ത്യ.
പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് ബിറ്റ്വീൻ ഇസ്രായേൽ ആൻഡ് പാലസ്തീൻ ആണ് പ്രൊമോട്ട് ചെയ്യുന്നത് ഇന്ത്യ. ആൻഡ് ഡയലോഗ് ആൻഡ് ഡിപ്ലോമസി റേദർ ദാൻ പ്രൊലോങ്ഡ് കോൺഫ്ലിക്റ്റ്. കോൺഫ്ലിക്റ്റ് അല്ല വേണ്ട, ഡയലോഗ് ആൻഡ് ഡിപ്ലോമസി ആണ് ഈ ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടത് എന്ന് ഇന്ത്യ പല പ്രാവശ്യം മുന്നോട്ട് വെച്ചത്. പക്ഷേ ഇന്ത്യക്ക് നിലവിൽ ഇപ്പൊ ഇസ്രായേലിനായിട്ട് കൂടുതൽ റിലേഷൻ വരുന്നുണ്ട്. അത് ആക്ച്വലി ഈ ഒരു ഇഷ്യൂന് കുറച്ച് പ്രശ്നമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ദിസ് ഇസ് അബൌട്ട് ദ ന്യൂസ്. ഓക്കെ, ഈ ന്യൂസിനകത്ത് ഒരുപാട് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പറയുന്നത് അതൊന്നും നമുക്ക് അധികം വേണ്ട. UPSC പെർസ്പെക്റ്റീവ് അത്രയും ഈ ഡെപ്തിലൊന്നും അറിയേണ്ട ആവശ്യം. നമുക്ക് ഇത് ഇന്ത്യനെ എങ്ങനെ ബാധിക്കുന്നു, ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താ, ഇതൊക്കെ നമുക്കറിയണം. ഓക്കെ, then I am giving a UPSC മെയിൻസ് മോഡൽ ക്വസ്റ്റ്യൻ. യു ക്യാൻ ആൻസർ ദിസ് ക്വസ്റ്റ്യൻ ആൻഡ് യു ക്യാൻ സെൻഡ് ടു ദിസ് മെയിൽ. അങ്ങനെയാണെങ്കിൽ ഇവാലുവേറ്റ് ചെയ്ത് തിരിച്ചയക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.